ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്താണെന്ന് മനസ്സിലാക്കാം. ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എക്കണോമിയിൽ ഒരു രാജ്യത്ത് മണി സപ്ലൈ കൂടുമ്പോഴത്തേക്ക്, അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി ആണല്ലോ മണി സപ്ലൈ എന്ന് പറയുന്നത്, ഇത് കൂടുമ്പോഴത്തേക്ക് പ്രൈസ് കൂടുന്നു, അതായത് സാധനങ്ങളുടെ വില കൂടുന്നു. അതായത് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാലാണ് സംഭവിക്കുന്നത്. ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടുമ്പോഴത്തേക്ക് സാധനങ്ങളുടെ വില കൂടുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഈ തിയറിയെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് ഇർവിംഗ് ഫിഷർ എന്ന എക്കണോമിസ്റ്റ് ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മണി സപ്ലൈ ആൻഡ് ദ പ്രൈസ് ലെവൽ. അപ്പോൾ അതിൽ മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, എക്കണോമിയിലുള്ള ഇവ രണ്ടിന്റെ റിലേഷൻഷിപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് ഐഡിയ ഇതാണ്. ഫിഷേഴ്സ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഇൻ സർക്കുലേഷൻ, അതായത് ഒരു എക്കണോമി, ഒരു രാജ്യത്ത് മൊത്തത്തിലുള്ള പണത്തിന്റെ അളവ് എത്രയുണ്ടോ അതിനെ ഏതുകൊണ്ട് ഗുണിക്കുന്നത്, മൾട്ടിപ്ലൈഡ് ബൈ ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, എത്ര വേഗത്തിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു വേഗതയും ഈ ഒരു ടോട്ടൽ എമൗണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ഏതിന് ഈക്വൽ ആണ്, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ഇൻ ദ എക്കണോമി. മനസ്സിലായില്ലേ? അതായത് ഒരു എക്കണോമിയിൽ ഒരു രാജ്യത്ത് വിൽക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അതിന്റെ ആ വിലയ്ക്ക് തുല്യമായിട്ട് വരും. ഓക്കെ, അതിന്റെ മൂല്യത്തിന് തുല്യമായിട്ട് വരും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതാണ് അതിന്റെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. ആണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ എക്കോണമി ഇൻക്രീസസ്, അതായത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഈക്വൽ ആകുമ്പോഴത്തേക്ക് ഒന്ന് കൂടുമ്പോഴത്തേക്ക് അടുത്തും കൂടുന്നു. ആ വെലോസിറ്റി ഓഫ് മണി കൂടുമ്പോഴത്തേക്ക്, അതായത് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്, അതായത് സെറ്ററിസ് പാരിബസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ, മറ്റ് ഘടകങ്ങളൊന്നും ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, ഈ വെലോസിറ്റി ഓഫ് മണി മാത്രം കൂടിക്കഴിഞ്ഞാൽ ദ പ്രൈസ് ലെവൽ ആൾസോ റൈസസ്, അതായത് പ്രൈസ് ലെവലും എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ജനറൽ പ്രൈസ് ലെവലാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സാധനങ്ങളുടെയും ആ ഒരു ടോട്ടാലിറ്റിയാണ്, അത് ഇൻഫ്ലേഷനാണ് ഇവിടെ പ്രൈസ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രൈസ് ലെവല് കൂടുന്നു, അത് എന്തിലേക്ക് നയിക്കുന്നു, ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. ദ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് MV ഈസ് ഈക്വൽ ടു PT ആണ്. അതായത് ഇവിടെ M എന്ന് പറയുന്നത് ടോട്ടൽ മണി സപ്ലൈ ഇൻ ദ എക്കോണമിയാണ്. V ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി, അതായത് ദ നമ്പർ ഓഫ് ടൈംസ് മണി ചേഞ്ചസ് ഹാൻഡ്സ് ഡ്യൂറിങ് എ പീരീഡ്, എത്ര തവണ ഒരു പണം കൈമറിഞ്ഞ് പോയെന്നുള്ളത്, എത്ര വേഗത്തിൽ ആ പണം കൈമറിഞ്ഞ് പോയി എന്നുള്ളത്. ഓക്കെ, P എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് ഇവിടെ P എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സാധനങ്ങളെ സേവനങ്ങളുടെ ആവറേജ് പ്രൈസ്. T എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്, എത്ര ട്രാൻസാക്ഷൻസ് നടന്നു എന്നുള്ളത്, അതായത് ഓർ വോളിയം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച്ഡ്. ഓക്കെ, എത്ര അളവ് സാധനങ്ങളും സേവനങ്ങളും സെല്ല് ചെയ്തു എന്നുള്ളതാണ് ഈ T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷന്റെ മീനിങ് ഇതാണ്. ലെഫ്റ്റ് സൈഡ് ME ആണല്ലോ ലെഫ്റ്റ് സൈഡ് വരുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ദ ടോട്ടൽ മണി സ്പെൻഡ് ഡ്യൂറിങ് എ പീരീഡ്, മൊത്തത്തിലുള്ള ഒരു പീരീഡിൽ നിശ്ചയ കാലയളവിൽ സ്പെൻഡ് ചെയ്ത പണത്തിന്റെ അളവ്. റൈറ്റ് സൈഡിലുള്ള PT എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്, ഇതേ പീരീഡിൽ എത്ര സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിഞ്ഞു എന്നുള്ളത്. അതായത് ഇപ്പൊ ഇക്വിലിബ്രിയത്തിൽ വരുമ്പോഴത്തേക്ക് ടോട്ടൽ മണി സ്പെൻഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് സോൾഡ്. മനസ്സിലായില്ലേ? മൊത്തത്തിലുള്ള പണം എത്രയാണോ അത് ഇതിന് തുല്യമായിട്ട് വരും, എത്ര സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിഞ്ഞു എന്നുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ അസംഷൻസ് നോക്കാം. വെലോസിറ്റിയും ട്രാൻസാക്ഷൻസും Vയും Tയും ആർ കോൺസ്റ്റന്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ഇവ രണ്ടും മാറുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്. ലോങ് റണ്ണിലാണ് ഇതിന് ചേഞ്ച് വരുന്നത്. ഓക്കെ, പിന്നെ ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ്, അതായത് ഔട്ട്പുട്ട് ഈസ് ഫിക്സ്ഡ്. ഫുൾ എംപ്ലോയ്മെന്റ് വെച്ചാൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ എല്ലാം എൻഗേജ്ഡ് ആണ്. ആരും തൊഴിലില്ലാതെ നിൽക്കുന്നില്ല. ഒരു ഭൂമി പോലും ലാൻഡിന്റെ ഒരു ഭാഗം പോലും ഇത് ഉപയോഗിക്കാതെ കിടക്കുന്നില്ല. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എൻഗേജ്ഡ് ആണ്. അടുത്തത് M, അതായത് മണി സപ്ലൈ ഈസ് ദ മെയിൻ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് P. പ്രൈസ് ലെവലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ M ആണ്. ഓക്കെ, ദ തിയറി ഡീൽസ് വിത്ത് ലോങ് റൺ ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ലെവൽ. അതായത് ഈ തിയറി എന്താണ് ഡീൽ ചെയ്യുന്നത്, പ്രൈസ് ലെവൽ ഉണ്ടാവുന്ന ലോങ് റൺ ചേഞ്ച് ആണ്, ഷോർട്ട് റണ്ണിലുള്ള ചേഞ്ച് അല്ല. ഇത്രയുമാണ് ഇതിന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, മറ്റൊരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇഫ് V ആൻഡ് T ആർ കോൺസ്റ്റന്റ്, നേരത്തെ പറഞ്ഞ Vയും Tയും കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ P പ്രൊപ്പോർഷനേറ്റ് ടു M. Pയും M എന്താണ്, പ്രൊപ്പോർഷനേറ്റ് ആണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് അടുത്ത് കൂടുന്നു, ഒന്ന് കുറയുമ്പോൾ അടുത്ത് കുറയുന്നുള്ളത്. ഓക്കെ, ദിസ് മീൻസ് പ്രൈസ് ലെവൽ P ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ പ്രൊപ്പോർഷൻ ടു മണി സപ്ലൈ. മണി സപ്ലൈ കൂടുന്നതിനനുസരിച്ച് പ്രൈസ് ലെവലും കൂടുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ മണി സപ്ലൈ ഡബിൾസ്, മണി സപ്ലൈ ഡബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവലും ഡബിൾ ആവുന്നു. ഇഫ് ദ മണി സപ്ലൈ റെഡ്യൂസ്ഡ് ബൈ ഹാഫ്, പ്രൈസ് ഫാൾസ് ബൈ ഹാഫ്. മണി സപ്ലൈ പകുതി ആയിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ വിലയും പകുതിയായിട്ട് കുറയുന്നു. അതിന് ഉദാഹരണം നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ നോക്കുമ്പോഴത്തേക്ക്, സപ്പോസ് MV ഈസ് ഈക്വൽ ടു 100 ആണെന്ന് വെക്കുക, V4 T 200 എന്ന് വെക്കുക. അപ്പോഴത്തേക്ക് MV ഈസ് ഈക്വൽ ടു PT എന്ന ഇക്വേഷൻ ഡെറൈവ് എടുക്കുമ്പോഴത്തേക്ക് P ഈസ് ഈക്വൽ ടു MV ബൈ T എന്ന് കിട്ടുന്നു. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 100 × 4 ഡിവൈഡ് ബൈ 200
ഇത് കാൽക്കുലേറ്റ് എടുക്കുമ്പോഴത്തേക്ക് 2 എന്ന് വരുന്നു. ഓക്കെ, അപ്പം ഇഫ് ദ മണി സപ്ലൈ ഇൻക്രീസസ് ടു 200, മണി സപ്ലൈ 100 നിന്ന് 200 ആയിട്ട് കൂടി എന്ന് വെച്ചോ. അപ്പോൾ കീപ്പിംഗ് വി ആൻഡ് ടി കോൺസ്റ്റന്റ്, വിയും ടി ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പി ഈസ് ഈക്വൽ ടു 200, അത് 100 നിന്ന് 200 കൂടിയില്ലേ, ഇൻറ്റു 4 ഡിവൈഡ് ബൈ 200. ഇങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. അതായത് ഇത് എം മണി സപ്ലൈ 100 നിന്ന് 200 ആയിട്ട് കൂടി ഡബിൾ ആയപ്പോഴത്തേക്ക് എന്തും കൂടി, നമ്മുടെ റിസൾട്ട് പിയും കൂടി, പ്രൈസും കൂടി. അതാണ് ഇതിന്റെ ഇക്വേഷന്റെ അർത്ഥം. അപ്പം പ്രൈസ് ഡബിൾഡ് കൺഫേമിങ് ദ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പം ഇങ്ങനെ പ്രൈസ് ഇരട്ടിയായാൽ ആ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ആ ഒരു കാൽക്കുലേഷൻ ആണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. ഇതിൽ ഈ ഡയഗ്രത്തിൽ വൈ ആക്സിൽ പ്രൈസ് ലെവലും എക്സ് ആക്സിൽ മണി സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു 45 ഡിഗ്രി ആംഗിൾ ലൈൻ വരുന്നുണ്ട്. അതിൽ ആ 45 ഡിഗ്രി ആംഗിൾ ലൈനിലെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എഫ് എൻ എന്നാണ്. ഇതിൽ പി എന്ന് പറയുന്നത് പ്രൈസ് ലെവലാണ്. എഫ് ഓഫ് എൻ, അതായത് ഫംഗ്ഷൻ ഓഫ് എൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മണിയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് സപ്ലൈ കർവ് പോലെ അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ലേ. അപ്പം പിന്നെ സപ്ലൈ കർവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുമ്പോഴത്തേക്ക് സപ്ലൈ കൂടുന്നുള്ള ഒരു പോസിറ്റീവ് റിലേഷൻ. അപ്പം അതുപോലെ എന്താണ്, മണി സപ്ലൈ കൂടുമ്പോഴത്തേക്ക് പ്രൈസ് ലെവലും കൂടുന്നുള്ളത്. അതായത് M2-ൽ നിന്ന് എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ P2-ൽ നിന്ന് P-യിലേക്ക് കൂടുന്നു. പിന്നെ എമ്മിൽ നിന്ന് M1-ലേക്ക് മണി സപ്ലൈ കൂടി കഴിഞ്ഞാൽ P-യിൽ നിന്ന് P1-ലേക്ക് പ്രൈസ് ലെവൽ കൂടുന്നു. ഇത്രയേ ഉള്ളൂ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വിമർശനങ്ങൾ നോക്കാം, ക്രിറ്റിസിസംസ്. അതിൽ ഒന്നാമത്തേത് വി ആൻഡ് ടി ആർ നോട്ട് കോൺസ്റ്റന്റ്. വിയും വെലോസിറ്റിയും ട്രാൻസാക്ഷൻസും എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, അത് വേരി ചെയ്യുന്ന കാര്യങ്ങളാണിത്. ദേ ക്യാൻ ചേഞ്ച് വിത്ത് ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ബാങ്കിങ് ഹാബിറ്റ്സ് മാറുന്നതിനനുസരിച്ച്, പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ചൊക്കെ ഇത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ തിയറി ഇത് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു വിമർശനമാണ്. അത് ഇഗ്നോർസ് ഇൻട്രസ്റ്റ് പലിശ നിരക്കിന്റെ കാര്യങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുന്നു. ആൻഡ് ഡിമാൻഡ് ഫോർ മണി ഡിമാൻഡ്, അത് ആൾക്കാർ ലോൺ എടുക്കാനുള്ള അവരുടെ ആ താല്പര്യം, അപ്പോൾ അത് ഇത് എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. വിച്ച് കെയ്ൻസ് ലേറ്റർ എംഫസൈസ്ഡ്, പിന്നീട് കെയ്ൻസ് ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് അസ്യൂംസ് ഫുൾ എംപ്ലോയ്മെന്റ് വിച്ച് റെയർലി ഹോൾഡ്സ് ട്രൂ. അത് ഒരു എക്കണോമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ള അവസ്ഥ വളരെ എന്താണ്, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് ഇതിന്റെ ഒരു വിമർശനമാണ്. അടുത്തത് പറയുന്നത് ടു സിംപ്ലിസ്റ്റിക് ഫോർ മോഡേൺ എക്കണോമിക്സ്. മോഡേൺ എക്കണോമിക്സിന് ഇത് എടുക്കാൻ പറ്റത്തില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. മോഡേൺ എക്കണോമി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, വിത്ത് ക്രെഡിറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, ക്രെഡിറ്റ് മാർക്കറ്റ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വരുന്നില്ല. അപ്പം ഇത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് അത് ഇതിന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.